പ്രതിശ്രുത വരന്റെ വിയോഗത്തിൽ മനംനൊന്ത് യുവതി ജീവനൊടുക്കി. കാസർഗോഡ് കുമ്പള സ്വദേശി ജയാനന്ദന്റെ മകൾ പ്രഫുല്ലയാണ് തൂങ്ങി മരിച്ചത്. തന്നെ പ്രതിശ്രുത വരന്റെ മൃതദേഹം സംസ്കരിച്ച സ്ഥലത്ത് തന്നെ അടക്കണമെന്ന ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചാണ് ഇവർ ജീവനൊടുക്കിയത്. 4 മാസം മുൻപാണ് തമിഴ്നാട് സ്വദേശിയും ബാങ്ക് ഉദ്യോഗസ്ഥനുമായ മണിയുമായി പ്രഫുല്ലയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞത്. എന്നാൽ 1 മാസം മുൻപ് ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഇയാൾ മരിച്ചു. യുവതിയുടെ ഫോണും ആത്മഹത്യാക്കുറിപ്പും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. KV ബൈജു ചേരുന്ന വിവരങ്ങളുമായി. ബൈജു, നമുക്കറിയാം ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ലെന്നൊക്കെ ഇപ്പോഴും ആളുകൾ ഉപദേശിക്കാറുണ്ട്. പക്ഷെ ഒരു ജീവിതത്തിൽ മുന്നോട്ടുള്ള ഒരു പ്രയാണം അതിന് തടസ്സം വന്ന് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കണമെന്ന ചില ആശങ്ക, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ വിയോഗം, ഇതൊക്കെ പലരെയും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാം. പലർക്കും അതിന് കാരണമാകാം. ഒരുപക്ഷെ മനുഷ്യൻ്റെ മനസ്സത്രയേ ഉള്ളൂ. ഒരുപക്ഷെ ഇപ്പോൾ ഈ പ്രഫുല്ലയ്ക്ക് എന്താണ് സംഭവിച്ചത്? 1 മാസം മുൻപാണ് ഈ പ്രതിശ്രുത വരൻ മരിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം വലിയ മാനസിക സംഘർഷത്തിലായിരുന്നോ യുവതി? അതെ ടോമേ, നമ്മൾ ഒരുപാട് വാർത്തകൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷേ മനസ്സ് തട്ടുന്ന ഒരു വാർത്ത തന്നെയാണ് കുമ്പള പോലീസ് സ്റ്റേഷനിലെ കിതൂർ നിന്നും ഈ പുറത്ത് ഇന്ന് രാവിലെ വന്നത്. അതായത് ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിശ്രുത വരന്റെ ആ ഒരു അപകട മരണം, അതിൽ മനോവിഷമത്തിലായ പ്രതിശ്രുത വധു ഇത്തരത്തിലൊരു ആത്മഹത്യ ചെയ്ത ഒരു സംഭവമാണ്. പ്രഫുല്ല എന്ന് പറയുന്ന 26-കാരി ആത്മഹത്യ ചെയ്ത വാർത്തയാണ് ഇന്ന് ഇത്തരത്തിൽ കുമ്പളയിൽ നിന്നും പുറത്തു വന്നത്. ഏതായാലും വലിയ നാടിനെ തന്നെ വലിയ മനോവിഷമത്തിലാക്കിയ ഒരു സംഭവമാണിത്. 4 മാസം മുൻപാണ് ഇവരുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞത്. തമിഴ്നാട് തിരുനെല്ലി സ്വദേശിയാണ് ഈ മണി എന്ന് പറയുന്ന ബാങ്ക് ഉദ്യോഗസ്ഥരെ മണി. അങ്ങനെ ഇവരുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞ് മഴക്കാലം കഴിഞ്ഞതിന് ശേഷം വിവാഹം നടത്താൻ തീരുമാനിച്ച അങ്ങനെ ഒരു വിവാഹ നിശ്ചയം കഴിഞ്ഞതാണ്. ഇതിനിടയിലാണ് ടോം തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ 1 മാസം മുൻപ് മണി ഒരു വാഹനാപകടത്തിൽ പെടുന്നത്. പിന്നീട് 10 ദിവസം ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് മരണത്തിന് കീഴടങ്ങിയായിരുന്നു. അങ്ങനെ ആ ഒരു സംസ്കാര ചടങ്ങിനുൾപ്പെടെ തമിഴ്നാട്ടിലേക്ക് പ്രഫുല്ലയും കുടുംബവും പോയിരുന്നു. തിരിച്ചു വന്നതിന് ശേഷം വലിയ മനോവിഷമത്തിലായിരുന്നു പ്രഫുല്ല എന്നാണ് കുടുംബം പറയുന്നത്. മാത്രമല്ല ഒരു ആത്മഹത്യാക്കുറിപ്പും ഇതിൽ ലഭിച്ചിട്ടുണ്ട്. ആത്മഹത്യാക്കുറിപ്പിൽ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ പറയുന്നത് ഇങ്ങനെയാണ്: തൻ്റെ ഈ മൃതദേഹം എവിടെയാണോ മണിയെ സംസ്കരിച്ചത് അവിടെ തന്നെ അടക്കം ചെയ്യണമെന്നാണ് അതിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. മറ്റ് സംഭവങ്ങളൊന്നും അതിൽ വേറെ മറ്റൊന്നും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൽ നിന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ കുടുംബത്തിന് മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ തന്നെ പോലീസിനും അതിൽ ചെറിയ വ്യക്തത വന്നിട്ടുണ്ടാകും. കാരണം ആ ഒരു മനോവിഷമത്തിൽ തന്നെയാണ് ആത്മഹത്യ എന്ന കാര്യത്തിൽ. ഏതായാലും പിന്നീട് ഇരു കുടുംബവും ആലോചിച്ച് അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയായിരുന്നു. ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് അല്പസമയത്തിനകം പൂർത്തിയാകും. അതിനുശേഷം മൃതദേഹം തമിഴ്നാട്ടിലേക്ക് മണിയെ സംസ്കരിച്ച അതേ സ്ഥലത്ത് പ്രഫുല്ലയും ഇനി അന്ത്യവിശ്രമം അല്ലെങ്കിൽ അന്ത്യവിശ്രമം എന്ന് വേണം പറയാൻ. അങ്ങനെ ഒരു സങ്കടകരമായ ഒരു വാർത്തയാണ്. ഏതായാലും ഈ സംഭവത്തിൽ കുമ്പള പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. അത്തരം നടപടികൾ പോലീസിന്റെ ഭാഗത്തുള്ള സ്വാഭാവിക നടപടിയാണത്. അത്തരം അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. ഏതായാലും ഇതിൽ പോലീസിന് ഇപ്പോൾ പ്രാഥമികമായി ലഭിച്ചിരിക്കുന്ന അല്ലെങ്കിൽ കണ്ടെത്തിയ വിവരം ഇത് തന്നെയാണ്. മണിയുടെ മരണം അത് വലിയ മനോവിഷമത്തിലാക്കി പ്രഫുല്ലയെ. ഇതേ തുടർന്നാണ് ഇങ്ങനെ ആത്മഹത്യ ചെയ്തത്. ഈ കുടുംബം ജയാനന്ദയും അതോടൊപ്പം ഇവരുടെ കുടുംബം എല്ലാവരും കൂടി ഒരു സഹോദരി പുത്രിയുടെ വിവാഹത്തിന് പോയ സമയത്ത് ഞായറാഴ്ച ഇന്നലെ ആയിരുന്നു സംഭവം നടന്നത്. വൈകിട്ട് തിരിച്ചു വരുന്ന സമയത്താണ് ഹാളിലെ മൃതദേഹം സംസ്കരിച്ച സ്ഥലത്ത് തന്നെ തന്റെ മൃതദേഹവും സംസ്കരിക്കണമെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ പ്രഫുല്ല എഴുതി വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് തന്നെയാണോ കുടുംബത്തിൻ്റെ തീരുമാനം? അങ്ങനെ ആ പ്രഫുല്ലയുടെ അന്തിമാഭിലാഷം സാധിക്കുന്നതിൻ്റെ ഭാഗമായി ഈ മൃതദേഹം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോവുകയാണോ? എന്താണ് കുടുംബത്തിൻ്റെ തീരുമാനം? എന്താണ് മറ്റ് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായോ? അതെ ടോമേ, കുടുംബം ഇപ്പോൾ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അത് ആത്മഹത്യാക്കുറിപ്പിൽ ആ കാര്യം പ്രഫുല്ല വ്യക്തമാക്കിയിരുന്നു. അതായത് തനിക്ക് ഈ മരിച്ചതിന് ശേഷം സംസ്കാര ചടങ്ങുകൾ മണിയുടെ മൃതദേഹം എവിടെയാണോ സംസ്കരിച്ചിട്ടുള്ളത് അവിടെ തന്നെ ഉണ്ടാകണം എന്ന ഒരു ആവശ്യം അവർ അതിൽ പറഞ്ഞിരുന്നു. അത് പ്രകാരം 2 കുടുംബങ്ങളും തമ്മിൽ സംസാരിച്ച് ധാരണയിലെത്തി അങ്ങനെ തീരുമാനമെടുത്തിരിക്കുന്നു. ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ ഏകദേശം പൂർത്തിയായെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അത്തരം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം
മൃതദേഹം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാനാണ് ഇപ്പോൾ രണ്ട് കുടുംബങ്ങളും തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ്. 4 മാസം മുൻപാണ് ഇവരുടെ ഈ വിവാഹ നിശ്ചയം കഴിഞ്ഞത്. പിന്നീട് 1 മാസം മുൻപായിരുന്നു ഇത്തരത്തിൽ മണി വാഹനാപകടത്തിൽപ്പെടുന്നത്. ഗുരുതരമായി പരിക്കേറ്റു. 10 ദിവസം അബോധാവസ്ഥയിൽ ആശുപത്രിയിൽ കിടന്നു. അതിനുശേഷം മരണത്തിന് കീഴടങ്ങി. പിന്നീട് ഈ സംസ്കാര ചടങ്ങുകൾക്ക് ഉൾപ്പെടെ പ്രഫുല്ല പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തിരിച്ചു വന്നതിന് ശേഷമായിരുന്നു വലിയ മനോവിഷമത്തിൽ നിന്ന് കുടുംബം പറയുന്നുണ്ട്. ഏതായാലും ആത്മഹത്യാക്കുറിപ്പിൽ ഇത്തരം കാര്യം മാത്രമേ പ്രഫുല്ല പറഞ്ഞിട്ടുള്ളൂ. ഏതായാലും ആ അന്തിമോപലാശം സാധിച്ചു കൊടുക്കാൻ തന്നെയാണ് ഇപ്പോൾ രണ്ട് കുടുംബവും തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ മൃതദേഹം അല്പസമയത്തിനകം തന്നെ ഈ മണി അന്ത്യവിശ്രമം കൊള്ളുന്ന അതേ സ്ഥലത്തേക്ക് കൊണ്ടുപോകാനാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത്. ബൈജു, നമുക്കറിയാം പ്രിയപ്പെട്ടവരുടെ വിയോഗം പലരെയും മാനസികമായി തകർത്ത് കളയും. ഇതുപോലുള്ള തീരുമാനത്തിലേക്കൊക്കെ ഒരുപക്ഷെ എത്തിച്ചേക്കാം. അത് പങ്കാളി മരിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവരുണ്ട്. ചില പ്രിയപ്പെട്ടവരുടെ വിയോഗത്തെ തുടർന്ന് ജീവിതം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നവരുണ്ട്. പക്ഷേ ഇവിടെ ഈ പ്രഫുല്ല ഈ രീതിയിൽ ഒരു ആത്മഹത്യാ പ്രവണത പലതവണയും പ്രകടിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ് കുടുംബം അവരെ വേണ്ട രീതിയിൽ ചികിത്സിക്കാൻ അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിന് വിധേയമാക്കാതിരുന്നത്? അതോ അങ്ങനെ ഒരു പല രീതിയിലും അവരെ ഉപദേശിച്ചിട്ടും എപ്പോഴും കൂടെ ഉണ്ടായിട്ടും ഈ ഒരു ഘട്ടത്തിലേക്ക് പ്രഫുല്ലയുടെ മനസ്സ് മാറുകയായിരുന്നു, അല്ലെങ്കിൽ നീങ്ങുകയായിരുന്നു, ഒരു ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു? ടോമേ, ഈ കാര്യത്തിൽ കുടുംബം ഈ പ്രഫുല്ല വലിയ മാനസിക വിഷമത്തിലാണെന്ന് കുടുംബത്തിന് മനസ്സിലായെങ്കിൽ ഒരു ആത്മഹത്യ ചിന്തിക്കും, അങ്ങനെ ജീവൻ അവസാനിപ്പിക്കാൻ ചിന്തിക്കുമെന്ന് കുടുംബം ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് വേണം പറയാൻ. അത് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. പക്ഷേ വലിയ മനോവിഷമത്തിലാണെന്ന് പറഞ്ഞു. ഇത് പറയുമ്പോൾ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ബ്ലോഗർ ചിന്നുപാപ്പുവിൻ്റെ റിപ്പോർട്ട് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തത്. അതിൽ വലിയ ദുരൂഹതയൊക്കെ ഉയർന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ ചിന്നുപാപ്പു ആത്മഹത്യ ചെയ്തതിന് തൊട്ടു പിന്നാലെ ഈ ചിന്നുപാപ്പുവിൻ്റെ കാമുകനും ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് വലിയ തോതിൽ ചർച്ച ചെയ്ത അല്ലെങ്കിൽ വാർത്തയായ ഒരു സംഭവമാണ്. വലിയ ദുരൂഹതയൊക്കെ ഉണ്ടായ സംഭവമാണ്. അതിനുശേഷം അതേ രീതിയിൽ സമാനമായ ഒരു സംഭവം, ഇത് വിവാഹം നിശ്ചയം കഴിഞ്ഞതാണ്. വിവാഹ നിശ്ചയം കഴിഞ്ഞതിന് ശേഷം ഇയാളൊരു മണി എന്ന് പറയുന്ന പ്രതിശ്രുത വരൻ ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. തമിഴ്നാട്ടിലെ തിരുവല്ലയിലെ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. അങ്ങനെ വിവാഹ നിശ്ചയം കഴിഞ്ഞ് ഒരു 4 മാസം ആയതേ ഉള്ളൂ. അതിനിടയിലാണ് 1 മാസത്തിന് മുൻപാണ് ഇങ്ങനെ അപകടം സംഭവിക്കുന്നതും ഇങ്ങനെ ആശുപത്രിയിലൊക്കെ ആവുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും കുടുംബം ഇത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പക്ഷേ ജീവനൊടുക്കുന്ന നിലയിലേക്ക് പ്രഫുല്ല പോകുമെന്ന് അവർ തീരെ കരുതിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബന്ധുക്കളൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും അവരുടെ അന്തിമോപലാശം അത് സാധിക്കാൻ രണ്ട് കുടുംബവും തീരുമാനിച്ചിട്ടുണ്ട്. മൃതദേഹം ഇന്ന് തന്നെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാനാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത്. വ്യക്തമാണ്. കെ ബി ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.